ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയെ വളരെ പ്രതീക്ഷയോടെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. കാരണം ICC ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി ഇന്ത്യ കളിക്കുന്ന അവസാനത്തെ ഏകദിന പരമ്പരയാണിത്. അതുകൊണ്ടുതന്നെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഡ്രസ് റിഹേഴ്സൽ എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ഏകദിന പരമ്പര ജയിച്ചുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടി യാത്ര തിരിക്കാനായാൽ അത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ പരമ്പര വിജയത്തിനായി ഇന്ത്യൻ ടീം കൈമെയ് മറന്ന് പൊരുതുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. എന്നാൽ ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീം വിജയമുറപ്പിച്ചു കഴിഞ്ഞതായി ഇപ്പോൾ പറയാൻ സാധിക്കും. എന്താണ് കാരണമെന്ന് നോക്കാം. ഇംഗ്ലണ്ടുമായുള്ള 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇന്ത്യ തന്നെ സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു കാരണമുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ സ്വന്തം നാട്ടിൽ ഏകദിനത്തിലെ ഇന്ത്യയുടെ അവിശ്വസനീയ റെക്കോർഡ് തന്നെയാണ് ഇതിന് കാരണം. കഴിഞ്ഞ 40 വർഷത്തിനിടെ ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ ഒരു ഏകദിന പരമ്പര പോലും ഇന്ത്യ തോറ്റിട്ടില്ലെന്ന് കണക്കുകൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും പരമ്പര ഇന്ത്യക്ക് തന്നെയാവുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. 1984-85 ഇംഗ്ലണ്ടിനെതിരെ നാട്ടിൽ ഇന്ത്യ അവസാനമായി ഒരു ഏകദിന പരമ്പര കൈവിട്ടത്. അന്ന് 5 മത്സരങ്ങളുടെ പരമ്പരയിൽ ഇംഗ്ലീഷ് ടീം 4-1 ഇന്ത്യയെ തുരത്തുകയായിരുന്നു. അതിനുശേഷം ഒരിക്കൽ പോലും ഏകദിന പരമ്പരയിൽ ഇംഗ്ലണ്ടിന് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കുകയും ചെയ്തിട്ടില്ല. ഇന്ത്യൻ ടീം അവസാനമായി ഏകദിന പരമ്പരയിൽ കളിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ്. ശ്രീലങ്കയുമായി അവരുടെ നാട്ടിൽ 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിൽ ഇന്ത്യ ഏറ്റുമുട്ടുകയായിരുന്നു. പുതിയ കോച്ച് ഗൗതം ഗംഭീറിന് കീഴിൽ ഇന്ത്യയുടെ കന്നി പരമ്പര കൂടിയായിരുന്നു ഇത്. പക്ഷേ ലങ്കയിൽ അപ്രതീക്ഷിത ഷോക്കാണ് ഇന്ത്യക്ക് നേരിട്ടത്. 3 മത്സരങ്ങളുടെ പരമ്പര ലങ്ക 2-0 സ്വന്തമാക്കുകയായിരുന്നു. ആദ്യ ഏകദിനം ടൈയിൽ കലാശിച്ചപ്പോൾ രണ്ടാമത്തതിൽ 32 റൺസിനും അവസാന കളിയിൽ 110 റൺസിനും ഇന്ത്യയെ ലങ്ക ഞെട്ടിക്കുകയായിരുന്നു. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ശ്രീലങ്കയ്ക്കെതിരെ ഒരു ഏകദിന പരമ്പരയിൽ ഇന്ത്യക്ക് പരാജയം നേരിട്ടത്. 2024 ഇന്ത്യ കളിച്ച ഒരേയൊരു ഏകദിന പരമ്പരയും ഇതുതന്നെയാണ്. ഈ നാണക്കേട് ഇംഗ്ലണ്ടുമായി നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പര 3-0 തൂത്തുവാരി തീർക്കാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.